പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത മുംബൈ സിറ്റി എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അടുത്ത സീസണിലേക്ക് വേണ്ടി വമ്പൻ വിദേശ താരങ്ങളെയാണ് മുംബൈ സിറ്റി എഫ് സി ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ IFTWC പോലത്തെ മാധ്യമങ്ങളൊക്കെ മുംബൈ സിറ്റി എഫ് സി ഇപ്പോൾ ഒരു താരവുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ജോൺ ടോറൽ എന്ന സ്പാനിഷ് താരത്തിന് മുംബൈ സിറ്റി എഫ് സി ടീമിലേക്ക് എത്തിച്ചേക്കും. മുംബൈ സിറ്റി എഫ് സി മാനേജ്മെന്റ് താരവുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് IFTWC റിപ്പോർട്ട് ചെയ്യുന്നത്. അഴ്സണൽ പോലത്തെ വമ്പൻ യൂറോപ്യൻ ടീമുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു താരം കൂടിയാണ് ജോൺ ടോറൽ. താരവുമായിട്ട് മുംബൈ സിറ്റി എഫ് സി ഏതാണ്ട് ധാരണയിലെത്തിയെന്നും ഇനി പേപ്പർ വർക്കും മെഡിക്കലും മാത്രമാണ് പെൻഡിംഗ് ഉള്ളതുമെന്നുമാണ് IFTWC റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ 29 വയസ്സ് പ്രായം വരുന്ന താരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരം കൂടിയാണ് ജോൺ ടോറൽ. എന്തായാലും ജോൺ ടോറൽ എന്ന ഈ ഒരു സ്പാനിഷ് താരത്തിന് മുംബൈ സിറ്റി എഫ് സി ടീമിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സൈനിങ് കൂടി നടത്തിയിട്ടുണ്ട്. ഒരു ഇന്ത്യൻ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും നടത്തിയിട്ടുള്ളത്. ലാൽത്തൻ മാവിയ എന്ന 22 വയസ്സ് പ്രായം വരുന്ന ഒരു യുവതാരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. താരം ലീഗിൽ ഐസ്വാൾ എഫ് സിക്ക് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ്. കഴിഞ്ഞ സീസണിൽ 12 മത്സരങ്ങൾ കളിച്ച താരം 2 ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ലെഫ്റ്റ് വിംഗറായിട്ടാണ് ഈ ഒരു താരം കളിക്കുന്നത്. താരത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കരോളിസ് കിങ്സ് ചില കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരോളിസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലാൽത്തൻ മാവിയ മികച്ച കഴിവുള്ള ഒരു യുവതാരമാണ്. മികച്ച സ്പീഡി കൗണ്ടർ അറ്റാക്കൊക്കെ നടത്താൻ കെൽപ്പുള്ള ഒരു താരം കൂടിയാണ് ലാൽത്തൻ മാവിയ. താരത്തിന് ഇപ്പോഴും ഒരുപാട് മേഖലയിൽ ഇനിയും ഇംപ്രൂവ് ആവാനുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് അവനിൽ പൂർണ്ണമായും വിശ്വാസമുണ്ട്. അവനത് ടീമിന് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നും സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കരോളിസ് വ്യക്തമാക്കി. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.